ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ ഉത്രാടത്തിൻ്റെ തലേന്നാണ് ഏട്ടൻ്റെ ബാങ്കിൽ ഓണ പ്രോഗ്രാമാണ്. അപ്പം ഞങ്ങൾക്ക് ക്ഷണനമുണ്ട്, അങ്ങനെ ഞങ്ങളും പോവുകയാണ്. അപ്പം രാവിലെ തന്നെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം വിളക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരാമെന്ന് പറഞ്ഞ് നമ്മുടെ വീടാണ് അടുത്തുള്ളത്. അപ്പം വർഷങ്ങൾ കൊണ്ട് നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്ന വിളക്കായിരുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും ഏട്ടൻ അത് രാവിലെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം വന്നപ്പോഴത്തേക്ക് സാറുമാരൊക്കെ പറയുവാണ്, ഒരു വർഷം എന്ത് പെട്ടെന്നാ കഴിഞ്ഞതല്ലയോ, കഴിഞ്ഞ വട്ടം വന്നത് മാത്രമേ ഓർമ്മയുള്ളൂ, പിന്നെ ഞങ്ങൾ ഈ വർഷം ഓണത്തിനാണ് വരുന്നത്. പിന്നെ ഇടയ്ക്ക് ഒരു കല്യാണം ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവരും ഒന്നും കണ്ടിട്ടില്ലായിരുന്നു. അങ്ങനെ എല്ലാവരും എനിക്ക് വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ ഹായ് പറഞ്ഞ് എല്ലാവരും കയറുവാണ്, ഹാപ്പി ഓണം ഒക്കെ പറയുന്നുണ്ട്. അപ്പം പുതിയതായിട്ട് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു, അവരെയൊന്നും എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഏട്ടൻ പറഞ്ഞാണ് എല്ലാവരും പുതിയതാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ചേച്ചിയൊക്കെ നമുക്കറിയാമായിരുന്നു. അപ്പോൾ ചേച്ചിയുടെ അടുത്ത് ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്ത് ചോദിച്ചപ്പോൾ റെഡി ആവുന്നെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെയും പോയി ഞാൻ എല്ലാവരെയും കണ്ടിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്ക് ചേട്ടനും അനിയനും കൂടെ അവിടെ നിന്ന് കളിക്കുക എടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഏണ്ട സീറ്റിലായിരുന്നു അവിടെ നിന്നുകൊണ്ട് കളിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വന്ന് ഫ്രണ്ടിൽ അങ്ങ് ഇരുന്ന് കേട്ടോ. അവരുടെ ഡ്യൂട്ടി നടക്കട്ടെ എന്ന് കരുതി ഞാൻ പിള്ളേരുമായിട്ട് ഇങ്ങനെ വന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ശ്രീമോനും കാശി സമ്മതിക്കത്തില്ല. അപ്പോൾ ഇവരൊക്കെ നേരത്തെ ഉള്ളതായിരുന്നു. അങ്ങനെ എല്ലാവരുടെ അടുത്ത് ഞാൻ ഹായ് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് അടുത്ത് പണി വന്നിട്ടുണ്ട്, പൂവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അത്തപ്പൂ ഇടാൻ വേണ്ടിയിട്ട് അവിടെ വരച്ചിട്ടിട്ടുണ്ട്. ആരാ വരച്ചിട്ടേന്ന് അവർക്ക് പോലും അറിയത്തില്ല. ആരോ വരച്ചിട്ടുണ്ടായിരുന്നു, ഇനി അങ്ങ് പൂ ഇട്ടാൽ മതി. അപ്പോഴത്തേക്ക് അതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനാണ് ആദ്യം തുടങ്ങിയത് കട്ട് ചെയ്യാനായിട്ട്. അപ്പോഴത്തേക്ക് ഓരോരുത്തർ വന്ന് അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് എല്ലാ പൂക്കളും അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാശിയാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത്. ശ്രീമോൻ ഒരു വഴക്കും ഇല്ലാതെ നിന്ന് കേട്ടോ ഇതെല്ലാം കണ്ടുകൊണ്ട്. അപ്പം ഓരോരുത്തരും വരുമ്പോഴും ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. ഇവർക്കൊക്കെ എന്നെ അറിയാവുന്നത് കൊണ്ട് തന്നെ ഞാൻ അവരെ എല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്തി അങ്ങനെ എടുക്കുകയാണ് കേട്ടോ. അതൊക്കെ ഈ വീഡിയോ കാണുമ്പോൾ അതൊരു സന്തോഷമാണല്ലോ. അപ്പോൾ ഇത് എൻ്റെ സാറാണ്. സാറിനെന്തോ ഫോൺ ചെയ്തുകൊണ്ട് കയറി പോകുമായിരുന്നു. എന്നെ കണ്ടോന്ന് പോലും അറിയാൻ വയ്യ കേട്ടോ. പിന്നെ കണ്ട് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ എൻ്റെ കൂട്ടത്തിൽ 2 പേരും കൂടെ വന്നിട്ടുണ്ട്. പിന്നെ അപ്പുറത്തെ സെക്ഷനിൽ വേറെ മഞ്ഞപ്പൂരിന്ന് ഇറുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇറുത്തത് കൊണ്ടുവന്ന് അവിടെ കൊണ്ട് വെക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് കാശി ഓടി നടന്നെന്തായാലും വീഡിയോ എടുക്കുന്നുണ്ട് എല്ലാവരുടെയും. ഞാൻ എപ്പോഴും പറയുമായിരുന്നു, ഇപ്പോൾ ഞാൻ എവിടെയും ജോലിക്ക് എടുക്കാനൊന്നും പോകുന്നില്ലാത്തതുകൊണ്ട് തന്നെ എനിക്കൊരു ഓണ പ്രോഗ്രാമും ഇല്ല, ഒന്നുമില്ല. കോളേജിൽ പഠിക്കുമ്പോഴും സ്കൂളിൽ പഠിക്കുമ്പോഴും ഒക്കെ അങ്ങനെ എല്ലാ വർഷവും ഓരോ ഓണ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അടിച്ചു പൊളിക്കാൻ കിട്ടുന്ന ചാൻസ് ആയിരുന്നു. കല്യാണം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഒന്നുമില്ല. തിരുവോണത്തിനന്ന് വീട്ടിൽ ഒരു അത്തപ്പൂ ഇടും എന്നുള്ളതല്ലാതെ ഇങ്ങനൊരു ഫംഗ്ഷനായിട്ട് എവിടെ നടത്തുന്നില്ലെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ. പക്ഷേ ഇതുവരെ ഇപ്പോൾ 8 വർഷം കഴിഞ്ഞെങ്കിലും ഇപ്പോൾ 2 വർഷം കൊണ്ടാണ് ഞാനിങ്ങനെ ഏട്ടൻ്റെ ബാങ്കിൽ ഓണ പ്രോഗ്രാമിന് വരുന്നത്. അപ്പം ബാങ്കിലുള്ളവരും അതുപോലെ നമ്മുടെ അടുത്ത് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് കൊണ്ടാണല്ലോ നമുക്ക് വരാനും എല്ലാവരുടെയും കൂടെ നിൽക്കാനും പറ്റുന്നത്. അപ്പം എല്ലാവരും നല്ല ബലം പിടിച്ച് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് വരാൻ തോന്നത്തില്ല. അപ്പം ഇവിടെ ഒരു കല്യാണം ആയാലും എന്തുണ്ടെങ്കിലും വിളിക്കുമ്പോൾ ഇപ്പം ഞങ്ങളെയും കൂടെ ചേർത്ത് വിളിക്കുന്നതുകൊണ്ട് ചെന്ന് എല്ലാവരുമായിട്ടും പരിചയമായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വരത്തില്ലെന്ന് പറഞ്ഞാലും വരണമെന്ന് പറയണമെന്ന് പറയുന്ന ആൾക്കാരുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്തിൽ. അപ്പോൾ അവരുടെ ജോലി ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട്, ഫോണിൽ കൂടെ ചെയ്യാനുള്ളതെല്ലാം എല്ലാവരും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ അത്തപ്പൂ ഇടാനുള്ള പൂക്കൾ റെഡിയാക്കുക എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. അപ്പം നമ്മുടെ ജാനിക്കുട്ടി വന്നിട്ടുണ്ടായിരുന്നു. ജാനിക്കുട്ടിക്ക് പനിയായിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നതായിരുന്നേ. അപ്പോൾ പിള്ളേരെ കണ്ടപ്പോഴത്തേക്ക് വലിയ ഹാപ്പി ആയിട്ട് അവിടുന്ന് 3 പേരും കൂടെ പിന്നെ കളിയായി. പിള്ളേർ ഇവർ 3 പേരേ ഉള്ളായിരുന്നേ. അപ്പം ഈ ബാക്കി എല്ലാ പൂക്കളും അവർ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് കുറച്ച് ഗ്രീൻ കളർ ഞങ്ങൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ വന്നതിന് ശേഷമാണ് ഗ്രീൻ ഇട്ടത്. ഗ്രീൻ ഇട്ടപ്പോഴത്തേക്ക് കുറച്ചും കൂടി എടുപ്പായിട്ടുണ്ടായിരുന്നു നമ്മുടെ അത്തപ്പൂവിന്. അപ്പോൾ അത്തപ്പൂ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ഫോട്ടോ എടുക്കാനായിട്ട് വന്നു. അരളിപ്പൂ വാങ്ങിച്ചതേ ഉള്ളായിരുന്നു. അരളിപ്പൂ നമ്മുടെ അത്തപ്പൂവിൽ ഒരിടത്ത് വെച്ചിട്ടില്ലായിരുന്നു. നടുക്കിരിക്കുന്ന താമരപ്പൂവാണ് കേട്ടോ. അപ്പോൾ അത് വിളക്കിന് ചുറ്റും അങ്ങ് കുടഞ്ഞിട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോഴത്തേക്ക് നമ്മുടെ കേദാറും വിഷ്ണു ചേട്ടനും വന്നിട്ടുണ്ടായിരുന്നു. കേദാറാണെങ്കിൽ അമ്മയുടെ ബാങ്കിൽ പോയിട്ടാണ് വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, കേദാറിന് ഇവിടുന്ന് ഫുഡില്ല, ആദ്യം അമ്മയുടെ ബാങ്കിലല്ലേ പോയത്, അതുകൊണ്ട് അവിടുന്ന് ഫുഡുള്ളതെന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ചോദിക്കുന്നു, ഞങ്ങളെയൊക്കെ മറന്നു പോയോ കേദാറെ എന്നൊക്കെ ചോദിച്ച് ഞങ്ങൾ കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കുവാണേ. വന്നപ്പോൾ ഉള്ള ആ ഒരു ബുദ്ധിമുട്ടുകളായിരുന്നു. പിന്നെ നല്ല ആക്റ്റീവായിട്ടായിരുന്നു എല്ലാവരും. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഏട്ടനാണ് ഫുഡ് എല്ലാം ഓർഡറൊക്കെ കൊടുത്ത്. നമ്മുടെ ഉണ്ണിയേശുവിൻ്റെ ഫുഡായിരുന്നു കേട്ടോ, കേറ്ററിംഗ് ആയിരുന്നു, നമ്മുടെ മുണ്ടയ്ക്കലുള്ളതാണ്. അപ്പോൾ ഏട്ടൻ താഴേന്ന് ഇങ്ങനെ സാധനങ്ങളെല്ലാം പറക്കി മുകളിലോട്ട് കൊണ്ടുവരുന്നത്. അങ്ങനെ ഓരോരുത്തരായിട്ട് കൈമാറിയാണ് മേളിൽ കൊണ്ടുവന്നിട്ടുള്ളത്.
അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ജാനിക്കുട്ടിക്ക് നല്ല ചുമയും മൂക്കൊലിപ്പൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മരുന്ന് കൊടുക്കുവാണ് കേട്ടോ. മരുന്നൊക്കെ കുടിക്കുന്ന വീഡിയോ ഞാൻ എടുത്താണ്. ഞാൻ പറഞ്ഞത് ഇതുകൂടെ പറഞ്ഞേക്കാം, നമ്മുടെ ഓണത്തിൻ്റെ പ്രോഗ്രാം ആണെങ്കിൽ ജാനിക്കുട്ടിക്ക് പനിയായിരുന്നു, അതുകൊണ്ട് മരുന്ന് കുടിച്ചതാണെന്നൊക്കെ പറയാമെന്നൊക്കെ പറഞ്ഞാണ് ഞാൻ ആ വീഡിയോ എടുത്തത്. അപ്പോഴത്തേക്ക് ഏട്ടനും കറികളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പോയത് എന്തോന്നറിയാൻ വയ്യ, അതെല്ലാം പൊതിഞ്ഞ് വെച്ചേക്കുന്നതുകൊണ്ട് അറിയാൻ വയ്യായിരുന്നേ. അപ്പോഴത്തേക്ക് നമ്മുടെ കേദാറിന് വെള്ളം വേണം, അതിനകത്ത് ഈ ചൂടുവെള്ളം കിട്ടും, തണുത്ത വെള്ളം കിട്ടും, ഞാനത് ഞെക്കും എന്നൊക്കെ പറഞ്ഞ് നല്ല ഡയലോഗ് അടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നല്ലതായിട്ട് കാര്യം പറയുന്നുണ്ട്. വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആര്യ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആര്യ വന്നിട്ട് ചോദിക്കും, ഇതേ ഇരിക്കുന്നത് പിന്നെ ആരാ, ഞാൻ ചോദിച്ചപ്പോൾ എന്താ പറയാഞ്ഞ, വന്നെന്ന് പറയാഞ്ഞ എന്താന്നൊക്കെയാണ് ആര്യ ചോദിക്കുന്നത്. അന്നേരം പറഞ്ഞ് ഞാൻ താഴെ വെച്ച് രഞ്ജിത്തണ്ണൻ്റെ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞു താഴെ എവിടെയോ ആണെന്ന് പറഞ്ഞു, ഞങ്ങളുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ വീഡിയോ എടുക്കുന്നതിനാണെങ്കിൽ അത് പൊത്തിപ്പിടിക്കാനായിട്ട് വന്നതാണ് കേട്ടോ പുള്ളിക്കാരത്തി. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അവളങ്ങ് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ അടുത്ത് ഏതോ ഒരു ബാങ്കിൽ ജോലിക്ക് കയറിയെന്ന് പറഞ്ഞു, HDFC ആണെന്നോ എന്തോ ഒന്ന് പറഞ്ഞാണ് കേട്ടോ, ഞാനത് ഓർക്കുന്നില്ല. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വിളക്ക് കത്തിക്കുകയാണ്. ഇപ്പോഴാണ് വിളക്ക് കത്തിക്കുന്നത്. അപ്പം മുതിർന്ന ഒരാൾ, അത് ആരാണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. അപ്പം ആ ആളാണ് ആദ്യം വിളക്ക് കത്തിച്ചത്, പിന്നെ ബാക്കി ഓരോരുത്തർ കത്തിച്ചു. ഇവർ പിന്നെ യൂണിഫോം പോലെ എല്ലാം ബ്ലാക്ക് ആയിരുന്നു കേട്ടോ ഇട്ടിരുന്നത്. അപ്പം കഴിഞ്ഞ വർഷം ഇതുപോലായിരുന്നു, കേദാറും കാശി ഏട്ടനും ശ്രീമോനും എല്ലാം ബ്ലാക്ക് ആയിരുന്നു. അപ്പം വിഷ്ണു ചേട്ടൻ വൈറ്റ് ആയിരുന്നു ഇട്ടിരുന്നത്. ഇന്ന് എല്ലാവരും ബ്ലാക്ക് ആയിരുന്നു. നമ്മുടെ അനന്തവും ബ്ലാക്ക് ആയിരുന്നു ഇട്ടിരുന്നത്. അങ്ങനെ ഏകദേശം കുറച്ച് പേരെല്ലാം വെച്ച് നോക്കുന്നതുകൊണ്ട് ബ്ലാക്ക് ഒക്കെ തന്നെയായിരുന്നു ഇട്ടിരുന്നത് കേട്ടോ. ഞാൻ ചോദിച്ചു നിങ്ങൾ പറഞ്ഞിട്ടാണോ അതോ യൂണിഫോം ആണോ എന്ന് ചോദിക്കുകയും ചെയ്തേ. അപ്പോൾ ശ്രീമോന് പനിയുണ്ട്, അതുകൊണ്ട് തന്നെ ശ്രീമോൻ ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു. അപ്പോൾ കഴിക്കാതിരുന്നിട്ടൊന്നും ഒരു തരത്തിൽ സമ്മതിക്കാഞ്ഞപ്പോൾ ഏട്ടൻ പറഞ്ഞു നീ വേഗം കഴിക്കും, ഞാൻ അവനെ കൊണ്ട് പുറത്ത് പോയി നിൽക്കാമെന്നും പറഞ്ഞ് ഏട്ടൻ പോയി. അങ്ങനെ വേഗം തന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചു കേട്ടോ. എല്ലാവരും കഴിച്ച് തീരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ആദ്യം ഇട്ട ചോറ് മാത്രമേ കഴിച്ചതുള്ളായിരുന്നു. ഫുഡ് കഴിച്ചിട്ട് അങ്ങ് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് അവരെല്ലാവരും ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. അന്നേരം ഞാൻ പറഞ്ഞു ഞങ്ങളെ അങ്ങ് നേരത്തെ കൊണ്ടുവിടണേ, നേരിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഇവന് വയ്യാത്തത് കൊണ്ട് തന്നെ പിന്നെ അവന് നല്ല ആക്റ്റീവായിട്ട് നിന്നൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഏട്ടൻ കഴിച്ചിട്ടില്ല, പോകാൻ പറ്റത്തുള്ളൂ, അതിനുവേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ബാക്കിയുള്ളവർ കഴിക്കുന്ന സമയത്ത് അവിടെ പാട്ടിട്ടിട്ട് ഭയങ്കര ഡാൻസൊക്കെ ആയിരുന്നേ. അപ്പം ഞങ്ങൾ പോകുന്നതിന് ശേഷം അവിടെ കുറച്ച് ഗെയിംസൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ശ്രീമോന് വയ്യാത്തത് കൊണ്ട് എനിക്ക് നിൽക്കാനും പറ്റിയില്ല. വയ്യാത്തതുകൊണ്ട് മുണ്ടൊക്കെ ഉരിഞ്ഞ് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അകത്ത് അടിയിലൊരു നിക്കറുള്ളതുകൊണ്ട് ആ നിക്കറും ആ കുർത്ത ഇട്ടുകൊണ്ടാണ് നടക്കുന്നത്. എല്ലാവരും നല്ല കമ്പനി ആയതുകൊണ്ട് തന്നെ നമുക്കാണെങ്കിൽ പോകാനും അവരുടെ കൂട്ടത്തിൽ നിൽക്കാനും ഒക്കെ തോന്നും കേട്ടോ. അല്ലാതെ മിണ്ടാതെ എടുക്കാതെ ഇരിക്കുന്ന ആൾക്കാരുള്ളപ്പോൾ നമുക്ക് അങ്ങനെ പോകാനൊന്നും തോന്നത്തില്ല. അങ്ങനെ ഇവരെല്ലാവരുമായിട്ട് നമ്മൾ കമ്പനി ആയിട്ടുണ്ടായിരുന്നു. ഈ വരുന്ന ചേച്ചിയാണെങ്കിലും പുതുതാണ് കേട്ടോ, കഴിഞ്ഞ വർഷം ഈ ചേച്ചി ഇല്ലായിരുന്നു. അങ്ങനെ പുതുതായിട്ടുള്ള കുറച്ച് പേരൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ഈ വീഡിയോയിൽ. ഏട്ടനാണെങ്കിൽ നേരത്തെ ജോലി ചെയ്ത കോട്ടക് മഹേന്ദ്രയിലാണെങ്കിലും അവിടുത്തെ കുറച്ച് പേരുമായിട്ടെല്ലാം ഞാൻ നല്ല കമ്പനി ആയിരുന്നു. എങ്കിൽ പോലും നമ്മൾ അങ്ങനെ പോത്ത് കൊടുക്കത്തൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇവിടെയാണ് പിന്നെ ഇവർ ഏതൊരു ഫംഗ്ഷൻ വിളിച്ചാലും നമ്മൾ പോവുകയൊക്കെ ചെയ്യുന്നത്. ICIC ജോലി ചെയ്ത സമയത്ത് എനിക്ക് അവിടുത്തെ ഒറ്റൊരു മനുഷ്യരെ അറിയത്തില്ലായിരുന്നു. ഏതോ ഒരു കല്യാണത്തിന് മാത്രം ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ വീടൊക്കെ വെച്ച് മാറുന്നതിന് മുമ്പ് ഉണ്ടാക്കി നിൽക്കുന്ന സമയത്തുമായിരുന്നു. അപ്പോൾ കാശി മാത്രമേ ഉള്ളൂ. ഞങ്ങൾ 3 പേരും കൂടെ ഒന്ന് പോയി അങ്ങനെ കണ്ടിട്ടേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ കല്യാണത്തിന് കണ്ടതേ ഉള്ളൂ പരിചയം, അല്ലാതെ അവരുമായിട്ടൊന്നും ഒരു പരിചയമില്ലായിരുന്നു. ഏട്ടനാണെങ്കിൽ വൈബായി വന്നതല്ല ഇപ്പോൾ ഉള്ള ബാങ്കിലൊക്കെ, ഇതിന് മുമ്പിലത്തേതും ഇപ്പോഴത്തുമാണ് എല്ലാവരുമായിട്ട് കൂടുതൽ കമ്പനി ആയിട്ടുള്ളത് കേട്ടോ. അപ്പം ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് ഫുഡ് കഴിക്കുക, ഒരുമിച്ച് ഇല ഇട്ടിട്ട് ഒരുമിച്ച് കഴിക്കുക, ഇതിൻ്റെ വീഡിയോ എടുക്കുക, ഇതൊക്കെ മെമ്മറീസ് ആണെന്നും പറഞ്ഞുകൊണ്ട് എന്നെ ഇരിക്കാൻ സമ്മതിച്ചിട്ടില്ല കേട്ടോ. ഇത് വീഡിയോ എടുക്കാനൊക്കെ കൊണ്ട് എന്നെ വിളിച്ച് വരുത്തി വീഡിയോ എടുപ്പിക്കുകയാണ് കേട്ടോ എല്ലാവരും. ഞാനിപ്പോൾ വാരി കൊടുക്കുന്ന അല്ല, ആദ്യം വാരി കൊടുത്തില്ല, ആദ്യം തന്നെ വാരി കഴിക്കുമായിരുന്നേ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനങ്ങ് പോയിട്ടുണ്ടായിരുന്നു. പോയി കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാരി കൊടുക്കാൻ പോവുക, അതിൻ്റെ വീഡിയോ എടുക്കുമെന്നും പറഞ്ഞുകൊണ്ടാണ് പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ. എന്നിട്ട് പറഞ്ഞ് ഇതെല്ലാം കൂടെ ചേർത്ത് ഞങ്ങൾക്കൊരു വീഡിയോ ആക്കി തരണം, പാട്ടിട്ട് തരണം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഈ ബാങ്കിൽ നിന്ന് പോയിട്ടുള്ളതാണ് വിഷ്ണു ചേട്ടനും യദുവൊക്കെ. പക്ഷേ ഇവർക്ക് വേറെ എവിടെ ചെന്നാലും ഇവിടുത്തെ ആ ഒരു ഇത് കിട്ടാത്തത് കൊണ്ട് ഓണം ആയപ്പോഴത്തേക്ക് ഇവർ ഓടി ഇവിടെ വന്നതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അവർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് അവിടെ ഒന്നും പറ്റത്തില്ല, ഇവിടുത്തെ പോലെ ശരിയാവത്തില്ലെന്നും പറഞ്ഞുകൊണ്ടാണ് ഇവിടെ വന്നത് കേട്ടോ. അങ്ങനെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഒരുമിച്ച് നിന്ന് ഒരിലയിൽ നിന്ന് ചോറ് കഴിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ അനന്ത് പറയും എനിക്കും കൂടെ ഒരു ഉരുള എന്നും പറഞ്ഞുകൊണ്ട് അനന്ത് നിൽക്കുവാണ്. അപ്പോൾ ആ ഉരുള യദുവിൻ്റെ വായിലോട്ട് പോയതിൻ്റെ സങ്കടമാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഭയങ്കര ബഹളമായിരുന്നു കുറേ സമയത്തേക്ക്. അപ്പോൾ ഇവർ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളെ അങ്ങ് കൊണ്ടുവിടാൻ പറഞ്ഞിട്ട് ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങാൻ തുടങ്ങുവാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിൽ പോന്നിട്ടുണ്ടായിരുന്നു. അപ്പം ശ്രീമോന് വയ്യാത്തതുകൊണ്ടാണ് നേരത്തെ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഓണ സെലിബ്രേഷൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ പുതിയ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ, സീ യു.